നിങ്ങളും എന്നെ പോലെയാണോ? സ്വന്തം ജീവിതത്തിൽ ഒരു 80% സമയവും ജോലി ചെയ്യുന്ന കമ്പനിക്ക് കൊടുത്തിട്ട് ബാക്കി 20% സമയം മാത്രം സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുകയാണോ? എനിക്ക് ഏറ്റവും ബോറായിട്ട് തോന്നിയിട്ടുള്ള ദിവസം തിങ്കളാഴ്ചയാണ്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ദിവസം വെള്ളിയാഴ്ചയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, തിങ്കൾ മുതൽ വെള്ളി വരെയാണ് എന്റെ ജോലി. അതേപോലെ തിങ്കളാഴ്ച ആകുമ്പോൾ എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച ഒന്ന് ആയി കിട്ടണേ എന്നുള്ള രീതിയാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇനി ശനിയും ഞായറും ജോലിക്ക് പോകുന്നതാണല്ലോ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി എന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തിൽ പങ്കുചേർന്ന് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാലോ എന്നുള്ളൊരു സന്തോഷമാണ്. എല്ലാവരും ഒരു അവധി ദിവസം കിട്ടുമ്പോൾ നല്ല സുഖമായി കിടന്ന് ഉറങ്ങാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഞാനാണെങ്കിലോ വെളുപ്പിനെ എണീക്കാൻ ശ്രമിക്കും. മാക്സിമം സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫാം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണും. അവിടെയുള്ള മീനുകളും അവിടെയുള്ള പക്ഷികളും അവിടെയുള്ള എൻ്റെ കൂട്ടുകാരും എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊരു കാര്യം അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫിഷുകൾ നമ്മുടെ ബ്രീഡായി കാണും. അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഒന്ന് നോക്കും, പിടിച്ചു മാറ്റമുള്ളതാണേ. ഇതുപോലുള്ള സന്തോഷങ്ങൾക്ക് ഇടയിലും നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളും കിട്ടും. കാരണം ഇപ്പൊ മഴ സീസണാണ്. ഫിഷ് കിടക്കുന്ന വെള്ളത്തിൽ pH ചേഞ്ച് പെട്ടെന്നുണ്ടാവും. മഴവെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. അതുപോലെ തവളകളാണെങ്കിൽ ഭയങ്കര ശല്യമാണ്. നമ്മൾ നോക്കാത്തത് കൊണ്ട് ഉറപ്പായിട്ട് അവർ കയറി മുട്ടയിടും. ഒരുപാട് കുഞ്ഞുങ്ങളായിട്ടായിരിക്കും കിടക്കുന്നത്. പിന്നെ അവരുടെ ടാങ്ക് വൃത്തിയാക്കുക, തവളകളെ പറക്കി കളയുക, നമ്മുടെ ഫിഷിനെ പിടിച്ചിടുക, അങ്ങനെ എന്തായാലും രാവിലത്തെ കുറച്ച് സമയം പോകും. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഫിഷുകാർക്കെല്ലാം ഫീഡ് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫിഷിന് ഫീഡ് കൊടുക്കുക എന്നുള്ളത്. അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ചേഞ്ച് ആണ്. അങ്ങനെ വാട്ടർ ചേഞ്ച് ഒക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിൽ ചില കസ്റ്റമേഴ്സും വരും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 മണിയാവും. അങ്ങനെ ശനിയാഴ്ച അങ്ങ് കഴിയും. ശനിയാഴ്ച ഇത്രയും ജോലി ചെയ്ത് തീർത്തെങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ദിവസമാണ്. കാരണം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്ത് തീർക്കാലോ. പിന്നെ ഞായറാഴ്ചത്തേക്കുള്ള വെയിറ്റിംഗ് ആണ്. ഞായറാഴ്ചയും പതിവ് പോലെ തന്നെ ഏർലി മോർണിംഗ് എണീക്കും. എന്നിട്ട് നാളെ, അതായത് തിങ്കളാഴ്ചത്തേക്ക് കൊറിയർ അയക്കുള്ള എല്ലാ ഫിഷസിനെയും നമ്മൾ പിടിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ച സമയവും. പിന്നെ നമ്മുടെ ഫാമിൽ കുറച്ച് കസ്റ്റമേഴ്സ് വരും. അവർക്കുള്ള ഫിഷിങ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരം പഴയ പോലെ തന്നെ 6 മണിയാവും. പിന്നെ വീണ്ടും അടുത്ത തിങ്കളാഴ്ച ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർത്തായിരിക്കും ഞായറാഴ്ച കടന്നുറങ്ങുന്നത്. പിന്നെ തിങ്കളാഴ്ച ആകുമ്പോഴോ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പാണ്.